ESA കരട് വിജ്ഞാപനത്തിൽ എംപിമാർ വീഴ്ച വരുത്തിയെന്ന് CPIM. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പരിധിയിൽ നിന്നും കൃഷി, തോട്ടം, ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് LDF സർക്കാർ നൽകിയ ശുപാർശകളിന്മേൽ കേന്ദ്രത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. 19 എംപിമാരാണ് UDFന് കേരളത്തിൽ നിന്നുള്ളത്. അതിൽ തന്നെ പരിസ്ഥിതി ലോല പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ ജനജീവിതത്തെ ബാധിക്കുന്ന ഇടുക്കിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം 7 വർഷമായി യാതൊരു ഉത്തരവാദിത്വവും ഡൽഹിയിൽ നിർവഹിക്കാത്തതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചതെന്നും CV വർഗീസ് പറഞ്ഞു. ESA കരട് വിജ്ഞാപനം ഇന്നലെ കേന്ദ്ര ഗവൺമെന്റ് വീണ്ടും ഇറക്കിയിട്ടുണ്ട്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പരിസ്ഥിതിയിൽ നിന്നും കൃഷി, തോട്ടം, ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് LDF സർക്കാർ ശുപാർശകൾ മേൽ കേന്ദ്രം ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. കാരണം കേരളത്തിൽ നിന്നുള്ള അതിൽ തന്നെ പരിസ്ഥിതി ലോല പ്രഖ്യാപനം ഏറ്റവും കൂടുതലുള്ള ജനജീവിതത്തെ ബാധിക്കുന്ന ഇടുക്കിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം കഴിഞ്ഞ 7 വർഷക്കാലമായി യാതൊരു വിധമായ ഉത്തരവാദിത്വവും നിർവഹിക്കപ്പെട്ടില്ല എന്നാണ് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുള്ള വിജ്ഞാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. UPA സർക്കാർ അധികാരത്തിലിരിക്കുകയാണ്. അന്നത്തെ വനം പരിസ്ഥിതി മന്ത്രി ജയറാം രമേശാണ് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി 2010 മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന മുഴുവൻ സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിൽ മുഴുവൻ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ കർഷക പ്രസ്ഥാനങ്ങളും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ചേർന്ന് വലിയ പ്രക്ഷോഭം ഇതിന്റെ ഭാഗമായി ഉയർന്നു വന്നു. അതിനെ തുടർന്ന് അന്ന് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ജോയിസ് ജോർജ് പാർലമെന്റിന് അകത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ MPമാരെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ ഇടപെടൽ നടത്തി. അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് MP ആയിരിക്കെ പാർലമെന്റിനകത്തും പുറത്തും നടത്തിയ പോരാട്ടത്തിലൂടെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് മരവിപ്പിച്ചിരുന്നു. ജോയിസ് ജോർജ് മുൻകൈയെടുത്ത് പശ്ചിമഘട്ട സംസ്ഥാനങ്ങളിലെ MPമാരുടെ യോഗം നിരവധി തവണ ചേരുകയും അന്നത്തെ വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായി നിരന്തരം ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 7 വർഷമായി ഇത്തരത്തിൽ ഒരു യോഗം ചേർന്നിട്ടില്ല എന്ന വിജ്ഞാപനത്തിൽ തന്നെ പറയുന്നുണ്ടെന്നും CPM ആരോപിച്ചു. ഹരിത MLAമാരുടെ നേതാവും പരിസ്ഥിതിവാദിയുമായ VD സതീശൻ മുഖ്യമന്ത്രിയായതോടെ അവസരം കാത്തിരുന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം LDF സർക്കാർ നൽകിയ നിർദ്ദേശങ്ങളനുസരിച്ച് വിജ്ഞാപനത്തിന് തയ്യാറാകാതെ ഇളവുകൾ നൽകുന്നതിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്ന ആസൂത്രിത നീക്കമാണ് നടത്തുന്നതെന്നും CV വർഗീസ് പറഞ്ഞു. നടപ്പാക്കാതിരിക്കണമെങ്കിൽ കക്ഷി രാഷ്ട്രീയതീതമായി ശക്തമായ പ്രതികരണം ഉയർന്നു വരണം. 60 ദിവസത്തേക്കാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന വിജ്ഞാപനം പറയുന്നത്. 60 ദിവസത്തേക്കാണ് ഇതിന് ആവശ്യമായ പരാതി നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതൊക്കെ ഒരു സാങ്കേതികമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലപാട് സ്വീകരിച്ചുള്ളത്. അതുകൊണ്ട് LDF ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ആ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് വേണ്ടി, കാരണം നമ്മുടെ 23 വില്ലേജ് വനാതിർത്തി പങ്കിടാത്ത നിലപാട് സ്വീകരിച്ചു. പശ്ചിമഘട്ട മേഖലകളെ പൂർണ്ണമായും വനഭൂമിയെ മാത്രം നിജപ്പെടുത്തിക്കൊണ്ടുള്ള ESA അംഗീകരിച്ചുള്ള റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഒന്നിച്ച് കക്ഷി രാഷ്ട്രീയതീതമായി നിൽക്കണം. ഇക്കാര്യത്തിനകത്തതല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം, ഈ റിപ്പോർട്ട് നടപ്പായാൽ 20,000 ചതുരശ്ര വിസ്തൃതിയിൽ കൂടുതലുള്ള ബിൽഡിങ്ങുകൾ പണിയാൻ പറ്റില്ല. നമുക്കെല്ലാം നേരത്തെ അറിയാം. അങ്ങനെ വന്ന ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഉൾപ്പെടെയുള്ള നിർമ്മിതിയെ ദോഷകരമായി ബാധിക്കും. ഏറ്റവും കൂടുതൽ ബാധിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെയാണ്. MPയും കോൺഗ്രസും നടത്തുന്ന ഇത്തരം ചതികൾക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളെ അണിനിരത്തി വൻ പ്രക്ഷോഭത്തിന് CPIM നേതൃത്വം നൽകും. പശ്ചിമഘട്ട മേഖലയിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കായ മനുഷ്യരെ ചേർത്തുപിടിക്കുന്നതിനും സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുന്നതിനും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാഗ്രതയോടെയുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതെന്നും CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു.
വാർത്താസമ്മേളനത്തിൽ CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, നേതാക്കളായ KN വിനീഷ് കുമാർ, ലിജോബി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.